ജിമ്മി ജെയിംസ്, ഇനിയിപ്പോൾ മാസങ്ങൾ മാത്രമേ ഉള്ളൂ ബീഹാറിൽ തെരഞ്ഞെടുപ്പിന്. മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് വോട്ടുകൊള്ള തുറന്നുകാട്ടി നടത്തിയ ഈ ഒരു യാത്ര വലിയൊരു ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന തരത്തിൽ തന്നെ വിലയിരുത്തപ്പെടുമ്പോൾ അത് ബീഹാറിനെ സംബന്ധിച്ച് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും എത്രത്തോളം ഗുണം ചെയ്യും? ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവായി ഉയരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗ്രാഫ് വല്ലാതെ ഉയരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 2 മാസമായി ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസം. വോട്ട് ചോരിയിൽ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം മുതൽ ഇപ്പോൾ ബീഹാറിൽ നടത്തിയ യാത്ര വരെ വോട്ട് ചോരി എന്ന രണ്ട് വാക്ക് ഒരു പ്രധാന ക്യാമ്പയിനായി മാറ്റാൻ കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും കഴിയുന്നു. അതിന് പിന്നാലെ ഇന്ത്യ സഖ്യം ഒരുമിച്ച് വരുന്നത് കാണുന്നു. ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയരുകയാണ്. ഇന്നലെ പട്നയിൽ കോൺഗ്രസ് പുറത്തുവിട്ട ഒരു കണക്കനുസരിച്ച് രാഹുൽ ഗാന്ധിയുടെ സ്വീകാര്യത സാമൂഹ്യ മാധ്യമങ്ങളിൽ മോദിയേക്കാൾ എത്രയോ ഇരട്ടിയാണ്. ഞാൻ ഈ പറഞ്ഞ കാലയളവിൽ രാഹുൽ ഗാന്ധിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 13 ലക്ഷം ഫോളോവേഴ്സ് മോദിക്ക് കൂടിയത്. അതേസമയം മോദിക്ക് 2.2 ലക്ഷം ഫോളോവേഴ്സ് മാത്രമേ കൂടിയിട്ടുള്ളൂ. ഇങ്ങനെ രാഹുൽ ഗാന്ധിക്ക് യുവാക്കൾക്കിടയിലും അല്ലെങ്കിൽ തന്നെ വാർത്തകളിലുമെല്ലാം ഒരു വളരെ വലിയൊരു സ്വീകാര്യത ഉണ്ടായ ഒരു കാലമാണ് കടന്നുപോയത് എന്ന് മാത്രമല്ല, ആദ്യമായിട്ടാണ് ഒരു വിഷയം ഉന്നയിച്ചിട്ട് അതിൽ മേൽക്കൈ കോൺഗ്രസിന് കിട്ടുന്നത്. സാധാരണ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഏത് ആരോപണവും അവസാനം BJPക്ക് മേൽക്കൈ കിട്ടുന്നതും ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ അത് ഹൈജാക്ക് ചെയ്യുന്നതുമാണ് കാണുന്നത്. അതുണ്ടായില്ല. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം 2 മാസങ്ങൾക്ക് ശേഷം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതൊക്കെ വോട്ടായി മാറുമോ എന്നുള്ളതാണ്. ബീഹാറിൽ വോട്ടർമാരുടെ പേരുകൾ ലക്ഷക്കണക്കിന് വെട്ടിമാറ്റി എന്നുള്ള ക്യാമ്പയിൻ എത്രത്തോളം ജനങ്ങൾക്കിടയിൽ എത്തിയിട്ടുണ്ട്, ഇന്ത്യ വ്യാപകമായി നോക്കിയാൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ബീഹാറിൽ അത് വോട്ടായി മാറുമോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മറുവശത്ത് നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയ ചാണക്യൻ വെറുതെ ഇരിക്കുകയല്ല. ഈ സമയത്ത് നിന്നുകൊണ്ട് ഓർക്കണം, ബീഹാറിൽ ജാതി സെൻസസ് അടക്കം വനിതകൾക്കടക്കമുള്ള വിവിധ പദ്ധതികളടക്കമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് വളരെ ശക്തമായി BJP മുന്നണി, അതായത് BJPയുടെയും JDUവിൻ്റെയും മുന്നണി മുന്നോട്ട് പോകുന്നു. മഹാഗഡ്ബന്ധനിൽ കോൺഗ്രസും RJDയുമാണ്. അവർ ഈ റാലിയിലൂടെ അവർ ഉന്നയിച്ച വോട്ട് മോഷണത്തിലൂടെയൊക്കെ മറ്റൊരു ക്യാമ്പയിനിലേക്ക് വരുന്നു. രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ശ്രദ്ധേയനാണ്. അതേസമയം ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ മുന്നണി, ഇന്ത്യ മുന്നണി, അത് വോട്ട് നേടാൻ പര്യാപ്തമായിട്ടുണ്ടോ ഈ ക്യാമ്പയിൻ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ആ കാര്യത്തിൽ തൽക്കാലം നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് അങ്ങനെ വലിയ വിവരങ്ങളൊന്നും വരുന്നില്ല. എല്ലാവരും വളരെ വലിയ പ്രതീക്ഷയിലാണ്. ഈ ക്യാമ്പയിൻ കഴിഞ്ഞാൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു വലിയ റാലിയും കാര്യങ്ങളും വരാൻ പോകുന്നുണ്ട്. അടുത്ത ഊഴം BJP മുന്നണിയുടെയാണ്, BJP JDU മുന്നണിയുടേതാണ്. അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതനുസരിച്ചിരിക്കും. പക്ഷേ എന്തായാലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദേശീയ നേതാവ് എന്ന ഒരു ഇമേജോട് കൂടി രാഹുൽ ഗാന്ധി വളരെ വലിയ ജനപിന്തുണയോടുകൂടി ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് നയിക്കുകയാണ്. ജിമ്മി ജെയിംസ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. നമുക്ക്